എന്റെ ഇൻസ്റ്റഗ്രാം ഫീഡ് ഫുള്ള് ബയോട്ടിൽ ലഡുവിന്റെ റെസിപ്പീസ് ആയിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ വിചാരിച്ചു ബയോട്ടിൽ ലഡു ചെയ്യാന്ന്. ബൈ ദ വേ, ഇത് ഞാൻ മിസ്റ്റർ DIY എന്ന് വാങ്ങിയ നെയിൽസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ആൽമണ്ട്സ്, ബ്ലാക്ക് റെസിൻസ്, അതുപോലെ തന്നെ സെസമി സീഡ്സ്. ബ്ലാക്ക് ആണ്, ബ്ലാക്ക് എള്ള് മാത്രമേ എടുത്തിട്ടുള്ളൂ, വൈറ്റ് എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സും ചിയ സീഡ്സും. സീഡ്സിൽ ഞാൻ ഇത്രയാണ് എടുത്തു വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ്സ് യൂസ് ചെയ്യുന്നത് ഇതൊന്ന് ബോൾസ് ആക്കി എടുക്കാനും അതുപോലെ തന്നെ കുറച്ച് ഒരു സ്വീറ്റ്നെസ് നമ്മളെ ലഡൂസിന് കിട്ടാനും വേണ്ടിയിട്ടാണ്. പോരാത്തതിന് ബ്ലഡ് ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ആദ്യം തന്നെ ഞാൻ ഡേറ്റ്സ് നല്ല രീതിക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സീഡ്സ്, നട്ട്സ് എല്ലാം ഇട്ടിട്ട് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തത്. റോസ്റ്റ് ചെയ്ത് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള സീഡ്സും നട്ട്സും എല്ലാം ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളൊരു കടായി എടുത്ത് അതിലേക്ക് ഗീ ഒഴിച്ച് അതിലേക്ക് ഡേറ്റ്സ് ഇട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് നമ്മൾ പൊടി ഇട്ടിട്ട് നല്ല ബോൾസ് ആക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ നമ്മുടെ ബയോട്ടിൽ ലഡുവിന്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാം 100 ഗ്രാം വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ 30 ലഡൂസ് ഉണ്ടാക്കി. അതുപോലെ തന്നെ കുറച്ച് പൗഡറും ബാലൻസ് വന്നിട്ടുണ്ട്. ഈ പൗഡർ ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ട് പോവാണ്, കാരണം എനിക്ക് ലഡൂസ് കൊണ്ടുപോകാനാണ് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹെയറിനും ബോഡിക്കും സ്കിന്നിനും ഒക്കെ നല്ലതാന്ന് പറയുന്നത്. പീരീഡ്സ് റെഗുലർ ആവുന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഞാനൊരു PCOD ഉള്ള ആളാണ്. ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ റിവ്യൂ എന്തായാലും തരാം. എന്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്തിട്ട് അവർക്ക് ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. ഒരു 3 വീക്സ് ആയപ്പോഴേക്ക് സ്കിന്നിലെ പ്രശ്നങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒരു ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് കുറഞ്ഞു തുടങ്ങി എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ബാലൻസ് പൗഡർ ആയിട്ട് വന്നത് ഞാൻ കുറച്ചേ ഡേറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഡേറ്റ്സിന് കിട്ടിയതാണ് ഇത്രയും ബോൾസ്. ഡേറ്റ്സ് ഉണ്ടാകുമ്പോഴേ അത് കുറച്ച് കട്ടിയായിട്ട് ആ ഒരു ബോളിന്റെ ഷേപ്പ് ആവുള്ളൂ. അപ്പോ നിങ്ങൾ ഇനിയിപ്പോ ഇത് ഫുള്ളും പൗഡർ ആയിട്ട് ഇൻടേക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ബോളനായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡേറ്റ്സ് അതിൽ ആഡ് ചെയ്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ശരി, ബൈ.